നമ്മുടെ ഈ CPM-നകത്ത് പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് വ്യക്തമാകാത്ത ഒരവസ്ഥയിലാണ്. അതായത് പൊളിറ്റിക്കൽ ക്രിമിനൽസ് കൂടുതൽ രാഷ്ട്രീയത്തിൽ ശക്തമാവുന്നതെന്നും പൊളിറ്റിക്കൽ ക്രിമിനൽസ് ആണ് കൂടുതലുള്ളതെന്നൊക്കെ പറഞ്ഞിട്ട് ജി സുധാകരൻ ഒരു അഭിപ്രായം വളരെ നേരത്തെ തന്നെ പറഞ്ഞു കഴിഞ്ഞു. ഇപ്പോഴും അദ്ദേഹം പലപ്പോഴും അത് ആവർത്തിക്കുന്നുണ്ട്. എന്നാൽ അത് ഏറ്റവും അധികം പെട്ടെന്ന് കയറി കൊണ്ടത് സലാം MLA-ക്കാണ്. അദ്ദേഹം പറഞ്ഞു ഈ എതിരാളികൾക്ക് ഗുണം ചെയ്യുന്ന കാര്യങ്ങൾ പറയുന്ന ആളുകളും പൊളിറ്റിക്കൽ ക്രിമിനലുകളാണ് എന്ന് പറഞ്ഞാൽ ജി സുധാകരനും ഒരു തരത്തിൽ പൊളിറ്റിക്കൽ ക്രിമിനലാണ് എന്ന തരത്തിലാണ് സലാം അഭിപ്രായം പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്താണ് മാത്രമല്ല അദ്ദേഹം വേറൊരു സുപ്രധാനമായ ഒരു കാര്യം പറഞ്ഞു. അതായത് KR ഗൗരി അമ്മയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കാൻ കാരണക്കാർ ആരാണെന്ന് ഞാനിപ്പോ പറയുന്നില്ല, അത് ആരൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് ഇനി കൂടുതലൊന്നും ജി സുധാകരൻ അത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ പോകണ്ട, ഞാനും കൂടുതൽ അങ്ങോട്ട് പറയുന്നില്ല എന്ന് പറയുമ്പോൾ അവിടെയും സലാം ജി സുധാകരനിട്ട് വല്ലാതെ കുത്തുകയാണ്. അപ്പോൾ പൊളിറ്റിക്കൽ ക്രിമിനലായിരുന്നു സുധാകരൻ എന്ന തരത്തിൽ പറഞ്ഞു വയ്ക്കുകയും സുധാകരൻ പറഞ്ഞ അതേ വാക്കുകളെടുത്ത് ഉപയോഗിച്ച് സുധാകരനെതിരായിട്ട് തന്നെ സലാം പ്രയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പാർട്ടി നേതൃത്വത്തിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത തരത്തിൽ ആലപ്പുഴയിലെ ഈ വിഭാഗീയത അതിശക്തമായിട്ട് കയറുകയാണോ ജി സുധാകരന്റെ ഈ വെളിപ്പെടുത്തലുകളും തുറന്നു പറച്ചിലുകളോടുകൂടി? ആലപ്പുഴയിൽ പാർട്ടി അഭിവ്യക്ത പാർട്ടി എന്ന സമയത്ത് വിഭാഗീയതയ്ക്ക് ഉപസ്ഥിതി അറിയിച്ചാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എല്ലാവരും സൂക്ഷിക്കുന്നത് നല്ലതാണ്. മൂന്നാമത്തെ കാര്യം സലാം പറഞ്ഞത് ശരിയാണ് എന്നുള്ളത്. മൂന്നാമത്തെ കാര്യം നമുക്ക് വേണം. സലാം പറഞ്ഞ കാര്യങ്ങൾ പൊളിറ്റിക്കൽ ക്രിമിനലിസം ഒരു പുതിയ കാര്യമൊന്നുമല്ല. ആലപ്പുഴ നടന്നിട്ടുള്ള രാഷ്ട്രീയ കൊലപാതകങ്ങളുടെ എണ്ണം എടുത്തു നോക്കിയാൽ സുധാകരൻ്റെ കുടുംബത്തിന് കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്, എതിർ പാർട്ടിക്കാരും കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് എതിർ പാർട്ടിക്കാർ കൊല ചെയ്യപ്പെടും. അതിന് ചത്തത് കീചകനെ കൊന്ന ഭീമനോ അല്ലെങ്കിൽ ദുര്യോധനൊക്കെ ആയിരിക്കുമല്ലോ, ആണല്ലോ. അപ്പൊ ആലപ്പുഴ ട്രേഡ് യൂണിയൻസോ ബന്ധമായിട്ട് അതിതീവ്രമായിട്ടുള്ള ഈ പറയുന്ന രീതിയിലുള്ള ക്രിമിനലിസം ഉണ്ട്. അത് നോക്കുകൂലിയെ കണ്ടുപിടിച്ച സ്ഥലമാണ് ഈ ആലപ്പുഴ. അതിനൊക്കെ സപ്പോർട്ട് ചെയ്യുന്ന പാർട്ടി തന്നെയാണ്. പിന്നെ സലാം പറഞ്ഞതിലൊരു പ്രശ്നം കിടക്കുന്നതെന്ന് വെച്ചാൽ ശത്രുവിന് ആയുധങ്ങൾ കൊടുക്കുന്ന ആള് ക്രിമിനലല്ല, അയാൾ വർഗശത്രുവാണ്. പിണറായി സഖാവിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ വർഗവഞ്ചകനാണ്, കുലദ്രോഹിയാണ്, കുലംകുത്തിയാണ്. അതാണ് അതിൻ്റെ ഒരു കാര്യം. അപ്പോൾ ഇവരങ്ങോട്ട് എനിക്ക് സലാമിനെ ഇപ്പം ആരിഫിനെ പറ്റി എനിക്ക് നന്നായിട്ട് അറിയാം, സലാമിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. പക്ഷേ ഞാൻ കൂടുതൽ അന്വേഷിക്കാത്തതുകൊണ്ടായിരിക്കും എന്താ എനിക്കറിയില്ല അദ്ദേഹത്തെ ബാക്ക്ഗ്രൗണ്ട്, അതേപറ്റി പല രീതിയിലുള്ള കാര്യങ്ങൾ മറ്റു കാര്യം പറയുന്നേക്കാം. ഞാനൊന്നും അങ്ങനെ മൊബൈലൊക്കെ എടുക്കുന്നത് അന്വേഷിക്കണം. ഏതായാലും ആരും അവിടെ നല്ല തെളിഞ്ഞ വെള്ളത്തിൽ നിൽക്കുന്ന ആളുകളൊന്നല്ല. ഏതെങ്കിലും രീതിയിലുള്ള അവിടെ ഇപ്പോൾ ആലപ്പുഴയാണെങ്കിൽ ഇവിടെ CPM-ൻ്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന സ്വാഭാവികമായിട്ട് പോലീസ് സ്റ്റേഷനുകളുമായിട്ടും അടിപിടിയൊക്കെ ആയിട്ട് ബന്ധപ്പെടേണ്ടി വരും. SFIക്കാരുണ്ടാക്കുന്ന തല്ലുകൾ, SFIക്കാർ മേടിക്കുന്ന തല്ലുകൾ, ഇതിലെല്ലാം തന്നെ ഇടപെട്ട് പോലീസ് സ്റ്റേഷനിൽ പോകേണ്ടി വരും. ആ സംഘർഷമൊക്കെ കൊലപാതകത്തിലെത്താറുണ്ട്. അടുത്ത കാലത്ത് തന്നെ ഒരു കോൺഗ്രസ്സുകാരൻ ഓട്ടോ വിളിച്ചുകൊണ്ടുപോയി കൊന്ന കേസിൻ്റെ പുതിയ വെളിപ്പെടുത്തലുകൾ വന്നിട്ടുണ്ട്. കഴിഞ്ഞ നിയമസഭാ ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് അവിടെ മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട് 3 സഹാക്കളെ ഈ മയക്കുമരുന്ന് മാഫിയ കൊന്നു കളഞ്ഞു. പൊളിറ്റിസൈസ് ചെയ്യാനുള്ള ശ്രമം നടന്നത് അത് വിജയിച്ചില്ല. അപ്പം ഇവരെല്ലാം പറയുന്നതിൽ കാര്യമുണ്ട്. ഇനിയിപ്പോൾ സുധാകരൻ പറയുന്നതിൽ എന്താണ്? ഇസ്ലാം മുസ്ലിങ്ങൾ വീഴുക എന്നുള്ളതാണ്. സുധാകരൻ മുസ്ലിങ്ങൾ വീഴുക എന്നുള്ള തോന്നൽ എന്നാണ് വന്നത്. ഈ മുസ്ലിങ്ങളെ പാർട്ടിയുടെ ഭാഗമാക്കാനുള്ള തീരുമാനം എന്ന് വെച്ചാൽ അത് നായനായുടെ കാലഘട്ടത്തിൽ എടുത്ത തീരുമാനമാണ്. കൂടുതൽ മുസ്ലിങ്ങൾ പാർട്ടിയുടെ ലീഡർഷിപ്പിൽ വരണമെന്നുള്ളത്. അങ്ങനെ വന്ന ആളാണ് ഈ റഹീം, ഷംസീർ, റിയാസ്. ഇവരൊക്കെ ഈ ഷംസീറിനെ റിയാസിനെ എനിക്ക് കോളേജ് കാലം തൊട്ടേ അറിയാം. അവരുടെ ആരിഫിനെ എനിക്ക് അറിയാം, ആരിഫിനല്ലാതെ അറിയാം. ഇവരൊന്നും സെക്കുലർ കണക്ഷൻസിനൊന്നും എനിക്ക് സംശയമില്ല. റഹീമിനെ പറ്റി എനിക്ക് കൂടുതൽ അറിയില്ല. ബിക്കോസ് മുപ്പത് തിരുവനന്തപുരത്തായിരുന്നുണ്ട്. നമ്മൾ മലബാർ ആരിഫിനെ അറിയുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ ആരിഫിനെ അറിയാം. അപ്പം അല്ല സലാമും ആ തരത്തിൽ സലാമിനെ ഞാൻ പറഞ്ഞുതരാം. അതായത് കൃത്യമായി ഇപ്പൊ ആരിഫിനെ കൊണ്ട് പറയുമ്പോൾ എനിക്ക് കൃത്യമായിട്ട് ആരിഫ് എങ്ങനെ ഓരോ വയസ്സിൽ ആരിഫ് എന്ത് ചെയ്തെന്ന് പറയാൻ പറ്റും. റിയാസിനെ പറ്റി, ഷംസിനെ പറ്റി എനിക്കറിയാം. അതുപോലെ എനിക്ക് സലാമിനെ പറ്റി അറിയില്ല. സ്വാഭാവികമായിട്ട് സലാം ഒരു ദിവസം കൊണ്ട് വളർന്നു വന്നായിരിക്കില്ലേ, ഇദ്ദേഹം തന്നെ ആയിരിക്കും കൊണ്ടുവന്നിട്ടുണ്ടാവുക. അപ്പം അന്ന് നേരത്തെ വളരെ പഴയ കാലഘട്ടത്തിൽ ഞാൻ സലാമിനെ കുറിച്ച് നമ്മളാരും അങ്ങനെ പെട്ടെന്നാണ് ഒരു കാലഘട്ടത്തിൽ MLA ആയി വരുന്ന പല ആളുകളും അങ്ങനെ തൊട്ടുമ്പോഴൊക്കെയാണ് അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് സുധാകരൻ കൊണ്ടുവന്നതാണെന്ന് സുധാകരൻ തന്നെ പറയുന്നു, സുധാകരൻ തന്നെ കൂടെ നിൽക്കുന്ന ആൾക്കാരും പറയുന്നു. അതായിരിക്കും അന്നത്തെ ഒരു പിന്നെ ഈ ഭാഗവത വിഷയങ്ങളൊക്കെ സ്ട്രോങ് ആയി വന്നതോടുകൂടി CPM-ന് ഷിഫ്റ്റ് വന്നിരുന്നു. നായനായുടെ കാലഘട്ടത്തിൽ തന്നെയാണ് അത്. അതായത് കൂടുതൽ മുസ്ലിങ്ങളെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരാം. അങ്ങനെ കൊണ്ടുവന്ന ഒരാളാണ് റഹീം എന്ന് ഞാൻ കേട്ടിട്ടുണ്ട്, നമ്മളെ ഈ പറയുന്ന തിരുവനന്തപുരത്ത് റഹീം. അതുപോലെ എനിക്ക് അറിയുന്ന അങ്ങനെയുള്ള പ്രത്യേകിച്ച് താല്പര്യം എടുത്ത് കൊണ്ടുവന്ന ആളാണ്.
പിന്നെ ഈ ഷംസീർ റിയാസ് നമുക്ക് അറിയുന്ന ആളുകൾ അവർ SFI കൂടെ അങ്ങനെ തന്നെ റഹീം SFI തന്നെ ആയിരുന്നു പിന്നെ അങ്ങനെ വന്ന ആളാണ്. ആരിഫും അങ്ങനെ തന്നെ വന്ന ആളാണ്, SFI കൂടെ തന്നെ വന്ന ആളാണ്. അപ്പം അത് അന്ന് എടുത്ത തീരുമാനമാണ്. അതൊരു ഇന്നത്തെ ലീഡർഷിപ്പിനെ കുറ്റം പറയുന്നതിൽ വലിയ കാര്യമൊന്നുമില്ല. അന്ന് എടുത്തൊരു ലീഡർ ഇതാണ്. പിന്നെ മലപ്പുറം സമ്മേളനത്തിൽ ഇവരെല്ലാം കൂടി BS വെട്ടി നിർത്തിയ സമ്മേളനമാണല്ലോ. ആരൊക്കെയാണ് വെട്ടി എടുത്തിയതിന് കൂടെ നിന്ന് ഞാൻ കൂടെ പ്രത്യേകിച്ച് പറയണ്ടല്ലോ. അപ്പോൾ ആലപ്പുഴ സമ്മേളനം എടുത്ത തീരുമാനം ഈ യാഥാസ്ഥിക മുസ്ലിങ്ങളെ കൂടി ഇതിന്റെ ലീഡർഷിപ്പിലേക്ക് കൊണ്ടുവരണം എന്നുള്ളത് പാർട്ടിയുടെ കൂടെ നിർത്തണം. അങ്ങനെയാണ് ഇന്ന് ഈ പറയുന്ന പള്ളിയിൽ പോകുന്ന ആളുകൾക്കൊക്കെ മെമ്പർഷിപ്പ് കൊടുത്തുകൂടി അങ്ങനെ പല ആളുകൾ MLA ആയതു. പാർട്ടിയുടെ പുറത്ത് ഇപ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് എടുക്കാതെ തന്നെ പാർട്ടിയുടെ പല കാര്യങ്ങളും തീരുമാനിക്കുന്ന നിർണായക ഘടകമായി മാറുന്നത്. ഈ തീരുമാനങ്ങളെല്ലാം ഇവർ ഒരുമിച്ചെടുത്താണ്. അങ്ങനെ ഒരുമിച്ച് തീരുമാനം എടുത്ത് സൗകര്യപൂർവ്വം കാലത്തിനോട് പ്രതികരിച്ച് അവർ മുന്നോട്ട് പോകുന്ന സമയത്ത് ചില ആളുകൾക്ക് പ്രായം കൂടുന്നു. പ്രായം കൂടിയ ആളുകൾ സ്വാഭാവികമായിട്ട് മാറി നിർക്കേണ്ടി വരും. എല്ലാ കാലം ഒരാൾക്ക് MP MLA ആകാൻ പറ്റുമോ? അപ്പോൾ ആ സമയത്ത് ഉണ്ടാകുന്ന അസ്ക്യതയാണ്. അല്ലെങ്കിൽ അന്ന് പ്രതികരിക്കേണ്ടി വരും. അങ്ങനെ പ്രതികരിച്ചു പോയ ആളുകളുണ്ട്. TP ചന്ദ്രശേഖരൻ, മുരളി പോയി തിരിച്ചു വന്നു. അതുപോലെ പിരപ്പങ്കോട് അത് ഉള്ളു പടവെട്ടിയിട്ടുണ്ടെന്നാണ് ഞാൻ കേട്ടിട്ടുള്ളത്. അദ്ദേഹം പക്ഷേ ഭയങ്കര ലെനിനിസ്റ്റാണ്, ഒന്നും പുറത്ത് അറിയില്ല, ഫൈറ്റ് ഉള്ളിലാണ്. അന്ന് അത് ചെയ്യേണ്ടി. അല്ല അന്ന് ഇതിന്റെ കൂടെയൊക്കെ അവിടെ ഇവിടെ തഞ്ചം കളിച്ച് നിന്നിട്ട് ഇപ്പം വന്ന് വല്ല ആദർശ പ്രസംഗം ഗീർവാണെന്ന് പറയുന്നതിന് പിന്നെ വലിയ കാര്യം. അപ്പൊ എനിക്ക് തോന്നുന്നത് ഇപ്പൊ ഈ പാർട്ടിക്കകത്ത് നടക്കുന്ന ഈ ചർച്ചകളെല്ലാം ഒരു പൊളിറ്റിക്കലായിട്ടുള്ള, അതായത് ആശയപരമായ അല്ലെങ്കിൽ പ്രത്യയശാസ്ത്രപരമായ ഒരു ചർച്ചയല്ല. പാർട്ടിക്കകത്ത് പാർട്ടിയിൽ നിന്ന് പുറത്ത് നിന്നുള്ള ചില സ്വാധീനങ്ങൾ, അതായത് സലാമിനെ കുറിച്ച് ഈ പറയുന്ന പൊളിറ്റിക്കൽ ക്രിമിനൽ എന്ന് പറയുന്ന പ്രയോഗം നടത്തുമ്പോൾ സുധാകരൻ ഉദ്ദേശിക്കുന്നത് നേരത്തെ താങ്കൾ പറഞ്ഞതുപോലുള്ള ഈ കുറച്ച് മുസ്ലിം കക്ഷികളെ കൂടെ ഇങ്ങോട്ട് കൊണ്ടുവരണമെന്ന് പാർട്ടി തീരുമാനിച്ചതിൻ്റെ ഭാഗമായിട്ട് വന്ന കുറേ ആൾക്കാർ തീവ്രവാദികളായിട്ടും വേറെ ചില ബാഹ്യ ഇടപെടലുകൾ സലാമിൻ്റെ പിന്നിലുണ്ട് എന്നുള്ള ഒരു 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 വ്യംഗ്യാർത്ഥം വെച്ചിട്ടാണോ സുധാകരൻ ഇങ്ങനെ പൊളിറ്റിക്കൽ ക്രിമിനൽ അവരെയൊക്കെ വിളിക്കുന്നത്? അതുകൊണ്ടാണ് സലാമിന് പെട്ടെന്ന് കയറി കൊണ്ടത്? അല്ല, സലാം കുറെ കാലമായി ഈ ഫോക്കൽ പോയിന്റിലുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തെ പേര് നമ്മളെല്ലാം പെട്ടെന്നാണ് കേൾക്കുന്നത്. അതിൻ്റെ ഒരു പ്രശ്നമായിരിക്കാം. പക്ഷേ സ്വാഭാവിക ഒരു ദിവസം പെട്ടെന്നൊന്നും അങ്ങ് അരിവാൾ ചുറ്റി കൊടുത്തൊന്നും അവർ മത്സരിപ്പിക്കില്ല. അല്ലേ, ജലീലിന് പോലും ഇപ്പോൾ അരിവാൾ ചുറ്റി ഇപ്പം കൊടുത്തിട്ടുണ്ടെങ്കിൽ അരിവാൾ ചുറ്റിയല്ല ഇപ്പം ആയിരിക്കും. അതിന് മുമ്പ് അല്ല, അതിപ്പോൾ പാർട്ടിയുടെ ദേശീയ പദവി നഷ്ടപ്പെടും എന്നുള്ളൊരു പ്രശ്നമുള്ളതുകൊണ്ട് പരമാവധി വോട്ടുകൾ സമാഹരിക്കുക എന്നുള്ളതുകൊണ്ടാണ്. ഇപ്പൊ വീണ അങ്ങനെ തന്നെ മത്സരിച്ചു. വീണപ്പോ പക്ഷേ എനിക്കൊന്ന് ജില്ലാ കമ്മിറ്റിയിലുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പാർട്ടിയുടെ ഒരു വലിയൊരു സംസ്ഥാന ജാഥയിൽ പ്രധാനപ്പെട്ട അംഗമാക്കി മാറ്റി. പാർട്ടി മെമ്പർ അതാണ് ഈ പാർട്ടി ഞാൻ ചോദിക്കുന്നത്. പാർട്ടി മെമ്പർ അല്ലാന്ന് പുറത്ത് നേതാക്കന്മാർ പറയുകയും പാർട്ടിയുടെ ഔദ്യോഗികമായ ഒരു ദേശീയ സംസ്ഥാന ജാഥയിലെ പിന്നെ ആകെ 5 പേരടങ്ങുന്ന ഒരു അംഗങ്ങളിൽ ഒരാൾ ജലീലായിരുന്നു. എപ്പോഴും പറയുന്നത് പാർട്ടി അംഗമല്ല എന്നാണ്. ഒരു വൈരുദ്ധ്യമാണ്. അത് മലപ്പുറം സമ്മേളനത്തോട് കൂടി എടുത്ത തീരുമാനമാണ്. അതാണ് ഏതെല്ലാം രീതിയിൽ ഇൻകോർപ്പറേറ്റ് ചെയ്യാൻ പറ്റുമോ ഈ പറയുന്ന വരട്ട് തത്വങ്ങൾ വെച്ചുകൊണ്ടിരിക്കുന്നത് ഇൻകോർപ്പറേറ്റ് ചെയ്യാന്നുള്ളത്. ജലീലിന് അങ്ങനെ ഇൻകോർപ്പറേറ്റ് ചെയ്തതിന് ഗുണം കിട്ടിയിട്ടുണ്ട്. ഈ തുടർഭരണത്തിൽ ജലീലിന് ഒരു പങ്കുണ്ട്. കൺസർവേറ്റീവ് മുസ്ലിംസിനെ പാർട്ടിക്ക് അനുകൂലമാക്കി മലബാറിൽ മാറ്റുന്നതിന് ജലീലിന് പങ്കുണ്ട്. ജലീലിനെ പറ്റി നമുക്ക് വ്യത്യസ്ത അഭിപ്രായമൊക്കെ ഉണ്ടാവും. പക്ഷേ പിണറായി സഖാവിന്റെ തുടർഭരണത്തിൽ വലിയ അതിന് മുമ്പത്തെ ഭരണം കിട്ടുന്നതിന് വലിയ പങ്ക് ജലീൽ വഹിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തെ ഇപ്പം കൂടെ നിർത്തിയിരിക്കുന്നത്. CPM ഒരാൾ ആവശ്യമില്ലാതെ ചെറിയ ഫിലിപ്പാറായിരുന്നു. ജസ്റ്റിസം ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പൊ അതുകൊണ്ട് ഇങ്ങനെ വല്ല പ്രശ്നം പാർട്ടിയിൽ ഉണ്ടെങ്കിൽ സുധാകരൻ ഒളിച്ചോടാൻ പറ്റും. ഹീസ് ഓൾസോ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. സുധാകരന്റെ അവസ്ഥ എന്തായിരിക്കും? നമ്മളിനിപ്പോ സുധാകരന്റെ അവസ്ഥ ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ ക്രിമിനൽ ആണെന്ന് അവിടുത്തെ MLA തന്നെ സലാം തന്നെ വിളിച്ചിരിക്കുന്നു. പാർട്ടി സംസ്ഥാന നേതൃത്വം അല്ല, ആർഗ്യുമെന്റ് ഇല്ലോജിക്കലാണ്. കാരണം അങ്ങനെ പറയുന്നത് അത് വർഗവഞ്ചകൻ എന്നൊക്കെ വിളിക്കുക. അതല്ലാതെ കുലംകുത്തി എന്നൊക്കെ ഒരു കുലംകുത്തി ആവുമോ ഈ അത് നമുക്കറിയല്ല ആ പാർട്ടി എന്ത് സംഭവിക്കാം. ചിലപ്പോൾ അദ്ദേഹത്തിന് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞ മെമ്പർഷിപ്പ് അല്ലേ ഉള്ളൂ. അന്ന് ചിലപ്പോൾ സസ്പെൻഡ് ചെയ്യുക, ഒരു വിശദീകരണം ചോദിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. പക്ഷെ പാർട്ടി ഒന്ന് ക്ഷീണിച്ചിരിക്കുമ്പോൾ അല്ലേ ഈ വർത്താനൊക്കെ പറയണം. അതിന് മുമ്പേ പറയേണ്ടിയിരുന്നു. അതിന്റെ മുമ്പേ ഒക്കെ വർത്താനം പറയാതെ നിന്നിട്ട് അവിടെ ഇവിടെ ചവിട്ടി കളിച്ച് ഇപ്പൊ വന്ന് വർത്താനം പറയുന്നതിൽ വലിയ കാര്യം. എന്തായാലും സുധാകരന് ദോഷമായി മാറും. ചിലപ്പോൾ കുലംകുത്തി വേറൊരു കുലംകുത്തിയായിട്ട് മാറാൻ സാധ്യതയുണ്ടെന്ന് നമുക്ക് വേണമെങ്കിൽ വിലയിരുത്താം. കാരണം ഈ പാർട്ടി ക്ഷീണിച്ചിരിക്കുമ്പോൾ തുറന്നു കുലംകുത്തി ഞാൻ പറഞ്ഞത് അത് പിണറായിയുടെ ഭാഷ. അത് മൂപ്പര് അത് DPക്ക് മാത്രം ബന്ധപ്പെട്ടതാ. ഇങ്ങനെ ബാക്കിയുള്ളവർക്കല്ല വർഗവഞ്ചകം. ഓക്കെ, അതായിരിക്കാൻ സാധ്യത, നമുക്കറിയില്ല.